ഈ കാണുന്ന ആവി പറക്കുന്ന നാടൻ എരിശ്ശേരി പെട്ടെന്നൊന്നും ഉണ്ടാക്കിയാലോ? അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കപ്പ് വൻപയറും മത്തങ്ങയുമാണ് വേണ്ടത്. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ മത്തന്റെയും വൻപയറിന്റെ ഒപ്പമായിരിക്കണം വെള്ളം ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതൊരു 2 വിസിലടിച്ച് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ അരപ്പൊന്ന് ശരിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും ഈ കാണുന്ന 5 പച്ചമുളക്, 5 കുഞ്ഞുള്ളി, 3 വെളുത്തുള്ളിയും കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും 3 വിരലിൽ ഒരു നുള്ള് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വൻപയറും മത്തങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മത്തങ്ങയൊക്കെ ഒന്ന് ഉടയുന്ന പോലെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി എരിശ്ശേരിയുടെ ഫൈനൽ സ്റ്റെപ്പാണ് നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിനു ശേഷം ഒരു ഇത്തിരി സവോളയും കറിവേപ്പിലയും വറ്റൽമുളകും പൊട്ടിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ വൻപയറും മത്തങ്ങയും അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. ഒരുപാട് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ കേരളത്തിന് തനതായ നാടൻ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.